ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെനി വിത്ത് അബിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തംബ്നെയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫിഷ് ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്മീൻ പാരാന്ന് പറഞ്ഞൊരു മീനാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മീനൊന്ന് പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ്, കുറച്ച് കുരുമുളകിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടാം. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. സൺഫ്ലവറിലാണ് ഞാനിവിടെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നത്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറുതായല്ല സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് മീൻ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് വറുത്തെടുക്കാം. അതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മീനിൻ്റെ മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, 3 ചെറിയ മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, ഇതെല്ലാം ആദ്യമൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 പഴുത്ത തക്കാളിയാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഉണ്ടോ, ഇപ്പം അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അതിന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അത് കഴിഞ്ഞ് ഞാൻ 2 വലിയ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. തീ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വേവിക്കാം. ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട്
ആവശ്യത്തിനുള്ള വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ്, പിന്നെ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് ബസുമതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ദം ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വേവിക്കണ്ട, ഒരു 90% വേവിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് ഒന്ന് വെന്തോ നോക്കാം. റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതിന് മേളിൽ നമ്മൾ മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എസൻസ്, പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളി വറുത്തതും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വന്ന റൈസ് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലർത്തിയതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അങ്ങും ഇങ്ങും ചെറുതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസ് ചെറുതായിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ നെയ്യ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉള്ളി വറുത്തതും എല്ലാം നമ്മൾ കിസ്മിസും മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാണ് സൈഡെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ചൂടുവെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ പാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും. 10-15 മിനിറ്റ് നമ്മൾ ദം ചെയ്തു. നമ്മളിനി ഓപ്പൺ ചെയ്യുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ. താങ്ക് യു.